ഹലോ ഗായ്സ്, പണ്ട് ഇന്ത്യയിൽ വിപണിയിലുണ്ടായിരുന്ന ഒരു രൂപ കറൻസികളാണ് ഇതൊക്കെ. പഴയകാല കറൻസികളാണ്. 2016-17 കാലഘട്ടങ്ങളിൽ നിലവിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു രൂപ കറൻസിയാണ് ഇത്. ഇത് ഇന്ത്യയിൽ ആദ്യം വിപണിയിലുണ്ടായിരുന്ന കറൻസിയാണ്. 1980 കാലഘട്ടത്തിലാണ് ഈ കറൻസി വിപണിയിലുണ്ടായിരുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കയ്യൊപ്പോടുകൂടിയുള്ള കറൻസിയാണിത്. 1980 കറൻസിയാണ്. 2 രൂപയുടെയും 5 രൂപയുടെയും പേപ്പർ കറൻസികളാണ്. ഇതിൽ ഇടതുവശത്ത് മുകളിലായി കാണുന്ന 2 രൂപ കറൻസി 1970കളിൽ നിലവിലുണ്ടായിരുന്നതാണ്. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലാണ് ഈ കറൻസി കാണപ്പെട്ടിരുന്നത്. ഇതിന്റെ മുൻവശത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിരിക്കുന്നത് കാണാം. ഇതിന്റെ പിൻവശത്തായി ഒരു കടുവ ഗർജിക്കുന്ന ചിത്രമാണുള്ളത്. 1970കളിൽ ഇന്ത്യയുടെ ദേശീയ മൃഗമായി സിംഹത്തിന് പകരം ബംഗാൾ കടുവയെ തിരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് നോട്ടുകളിൽ ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. വന്യജീവി സംരക്ഷണത്തിലും ഇന്ത്യയുടെ കരുത്തിന്റെ പ്രതീകമായും കടുവയെ ഉയർത്തിക്കാട്ടാൻ ഇതിലൂടെ സാധിച്ചു. 1973 ആരംഭിച്ച പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതിക്ക് വലിയ പ്രചാരണം നൽകുക എന്നതും ഇതിന്റെ പിന്നിലെ ലക്ഷ്യമായിരുന്നു. ഇനി ഇടതുവശത്ത് താഴെയായി കാണുന്ന 2 രൂപ കറൻസി ശ്രദ്ധിക്കൂ. ഇത് 1980 മുതൽ 90 വരെ കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്നതാണ്. ഇളം ഓറഞ്ച് പിങ്ക് നിറത്തിലുള്ള ഈ കറൻസിയുടെ മുൻഭാഗത്ത് അശോക സ്തംഭവും പിൻഭാഗത്ത് ഒരു സാറ്റലൈറ്റിന്റെ ചിത്രവുമാണുള്ളത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട 1975 വിക്ഷേപിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ഈ ചിത്രം നോട്ടിൽ ഉൾപ്പെടുത്തിയത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലതുവശത്ത് മുകളിലായി കാണുന്ന 5 രൂപ കറൻസി 1996 മുതൽ 2011 വരെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. ഗാന്ധി സീരീസിൽപ്പെട്ട ഈ നോട്ടിന്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രവും പിൻവശത്ത് ട്രാക്ടർ ഉപയോഗിച്ച് നിലമുഴുന്ന കർഷകന്റെ ചിത്രവുമാണുള്ളത്. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ കൈവരിച്ച നേട്ടത്തെയും ആധുനിക കൃഷിരീതികളെയുമാണ് ഈ ചിത്രം അടയാളപ്പെടുത്തുന്നത്. അതുപോലെ വലതുവശത്ത് താഴെയായി കാണുന്ന 5 രൂപ കറൻസി 1975 മുതൽ 1990 വരെ നിലവിലുണ്ടായിരുന്നതാണ്. ഗാന്ധി സീരീസിന് മുൻപുള്ള ഈ നോട്ടിൽ അശോക സ്തംഭമാണുള്ളത്. ഇതിന്റെയും പിൻവശത്ത് ട്രാക്ടറിന്റെ ചിത്രമാണുള്ളത്. കൃഷിക്ക് രാജ്യം നൽകുന്ന മുൻഗണനയും കർഷകരെ ആധുനിക കൃഷിരീതികളിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നതുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 500 രൂപ നോട്ട് ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്നത് 500 രൂപയുടെ പഴയ നോട്ടാണ്. മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള ഈ സീരീസ് 1996 പുറത്തിറങ്ങിയത്. ഇതിന് മഞ്ഞയും ഒലിവ് ഗ്രീനും കലർന്ന നിറമാണുള്ളത്. നോട്ടിന്റെ മുകൾ ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. 2016 നോട്ട് നിരോധനത്തോടെയാണ് ഈ നോട്ട് വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. ഇതിന്റെ പിൻവശത്ത് ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്രയുടെ ചിത്രമാണുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കാനാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 100 രൂപ നോട്ട് ഏറ്റവും മുകളിൽ വലതുവശത്തായി കാണുന്നത് മഹാത്മാഗാന്ധി സീരീസിലുള്ള 100 രൂപ നോട്ടാണ്. 1996 മുതൽ പ്രചാരത്തിലുള്ള ഈ നോട്ടിന് നീലയും പച്ചയും കലർന്ന നിറമാണുള്ളത്. ഈ നോട്ടിന്റെയും മുകൾ ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. മുൻവശത്ത് ഗാന്ധിജിയുടെ ചിത്രവും പിൻവശത്ത് ഭാരതത്തിന്റെ ഗാംഭീര്യമായ ഹിമാലയ പർവ്വതനിരകളുടെ ചിത്രവുമാണുള്ളത്. രാജ്യത്തിന്റെ അതിരുകൾ കാക്കുന്ന കാവൽക്കാരനായും പ്രകൃതി സമ്പത്തിന്റെ പ്രതീകമായും ഹിമാലയത്തെ ആദരിക്കുന്നതിനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 രൂപ നോട്ട് രണ്ടാമത്തെ നിരയിൽ ഇടതുവശത്ത് കാണുന്നത് 1975 മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ 50 രൂപ നോട്ടാണ്. പിങ്ക് വയലറ്റ് നിറത്തിലുള്ള ഈ നോട്ടിന്റെ മുൻവശത്ത് ഗാന്ധിജിക്ക് പകരം അശോക സ്തംഭമാണുള്ളത്. ഇതിന്റെയും മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. നോട്ടിന്റെ പിൻവശത്ത് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രതീകമായ പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രമാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഇത് തെരഞ്ഞെടുത്തത്. 50 രൂപ നോട്ട് രണ്ടാമത്തെ നിരയിൽ വലതുവശത്ത് കാണുന്നത് 1996 പുറത്തിറങ്ങിയ മഹാത്മാഗാന്ധി സീരീസിലെ 50 രൂപ നോട്ടാണ്. ഇതിന് അല്പം കൂടി വ്യക്തമായ വയലറ്റ് നിറമാണുള്ളത്. ഇതിലും മുകൾ ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. മുൻവശത്ത് ഗാന്ധിജിയുടെ ചിത്രമാണുള്ളത്. ഈ നോട്ടിന്റെ പിൻവശത്തും നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ കരുത്ത് വ്യക്തമാക്കാനാണ് ഈ ചിത്രം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 20 രൂപ നോട്ട് മൂന്നാമത്തെ നിരയിൽ ഇടതുവശത്ത് കാണുന്നത് 1972 പുറത്തിറങ്ങിയ പഴയ 20 രൂപ നോട്ടാണ്. ചുവപ്പും ഓറഞ്ചും കലർന്ന നിറമാണ് ഇതിനുള്ളത്. ഇതിന്റെ മുൻവശത്ത് ഗാന്ധിജിക്ക് പകരം അശോക സ്തംഭമാണുള്ളത്. ഇതിന്റെയും മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം.
നോട്ടിന്റെ പിൻവശത്ത് നമ്മുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പുരാതന വാസ്തുവിദ്യയുടെ ഡിസൈനുകൾ കാണാം. ഭാരതത്തിന്റെ സമ്പന്നമായ കലയെയും സംസ്കാരത്തെയും ഉയർത്തിക്കാട്ടാനാണ് ഇത്തരം ഡിസൈനുകൾ ഉൾപ്പെടുത്തിയത്. 6. 20 രൂപ നോട്ട്. മൂന്നാമത്തെ നിരയിൽ വലതുവശത്ത് കാണുന്നത് 2001 പ്രചാരത്തിൽ വന്ന മഹാത്മാഗാന്ധി സീരീസിലെ 20 രൂപ നോട്ടാണ്. ഇതിനും ചുവപ്പും ഓറഞ്ചും കലർന്ന നിറമാണുള്ളത്. ഈ നോട്ടിന്റെയും മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. മുൻവശത്ത് ഗാന്ധിജിയുടെ ചിത്രവും പിൻവശത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ മൗണ്ട് ഹാരിയറ്റിലെ പ്രകൃതി ചിത്രവുമാണുള്ളത്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയെ അടയാളപ്പെടുത്താനാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തത്. 7. 10 രൂപ നോട്ട്. ഏറ്റവും താഴെ മധ്യത്തിലായി കാണുന്നത് 1970കളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ 10 രൂപ നോട്ടാണ്. ഇതിന്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിക്ക് പകരം നമ്മുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭമാണുള്ളത്. തവിട്ടും ഓറഞ്ചും കലർന്ന നിറമാണ് ഈ നോട്ടിനുള്ളത്. നോട്ടിന്റെ മുകൾ ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. ഈ നോട്ടിന്റെ പിൻവശത്ത് കശ്മീരിലെ ശ്രീനഗറിലുള്ള ലോകപ്രശസ്തമായ ഷാലിമാർ ഗാർഡനിലെ ഒരു ചിത്രമാണുള്ളത്. ഭാരതത്തിന്റെ മനോഹരമായ ഉദ്യാന സംസ്കാരത്തെയും പൈതൃകത്തെയും പ്രതിനിധീകരിക്കാനാണ് ഈ ചിത്രം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പഴയ നോട്ടുകളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ പല നോട്ടുകളും ഇന്ന് അപൂർവമായി മാറിയെങ്കിലും ഇക്കൂട്ടത്തിൽ ഇന്നും നിലവിൽ കാണാൻ കഴിയുന്ന ചില നോട്ടുകളുമുണ്ട്. ഇവയോരോന്നും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെയും വളർച്ചയുടെയും ഭാഗമാണ്. നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും നോട്ടുകൾ ശേഖരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ കൗതുകകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.